blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസവും ഈ എപ്പിസോഡിലൂടെ കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് റിക്കി വർഗീസ്. നമുക്ക് ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ചേർന്ന് റിക്കിക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് തൻ്റെ എക്സാംസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫാദർ, ഐ റിലീസ് എ വെരി സ്പെഷ്യൽ കൈൻഡ് ഓഫ് wisdom to come upon him, Father. Wisdom from above. In the name of Jesus, we bless him intellectually, Father. We bless his memory in the name of Jesus. കർത്താവെ, എല്ലാ നിലകളിലും കർത്താവ് തന്നെ അനുഗ്രഹിക്കണമേ. ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓൾസോ ഫാദർ, സെൻഡ് യുവർ ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് അപ്പോൺ ഹിം, ലോർഡ്. അങ്ങയുടെ നാമത്തിൽ റിക്കിയെ ഞങ്ങളെല്ലാവരും ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു റിക്കി ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ദിവസങ്ങളിൽ ചൊരിയട്ടെ. ഗോഡ് ബ്ലെസ് യു. ജയേഷ് എന്നു പേരുള്ളൊരു യുവാവിൻ്റെ അത്ഭുതകരമായൊരു സാക്ഷ്യമാണ് തുടർന്ന് ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് യുവാക്കന്മാർക്ക് ഞാൻ വിശ്വസിക്കുന്നൊരു വലിയ എൻകറേജ്മെൻ്റ് ആയിരിക്കും. വർഷങ്ങൾ നീണ്ട പ്രയത്നം, ജോലിക്ക് വേണ്ടിയുള്ള യത്നം, ഇതിലൊക്കെ കർത്താവ് നമ്മളെ കാണുന്നു. ദൈവം നമുക്ക് അർഹിക്കുന്നതിനപ്പുറത്തുള്ള അനുഗ്രഹങ്ങൾ തരാൻ ശക്തനാണ്. അതുപോലെ തനിക്ക് ഒരു കുഞ്ഞിനെ നൽകിയതും ഇതൊക്കെ അത്ഭുതകരമായ സാക്ഷ്യമാണ്. ഇത് ശ്രദ്ധിക്കുക. കർത്താവ് ഒത്തിരി ഈ സാക്ഷ്യത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കും. ഇദ്ദേഹം ജയേഷ്, ഇദ്ദേഹത്തിന് 2.5 വർഷമായി വിവാഹം കഴിച്ചിട്ട് ഇവർക്ക് കുട്ടികളില്ലായിരുന്നു. ജയേഷും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് ബ്രദർ രണ്ടുപേരുടെയും തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ ഒരു അപ്പനാകട്ടെ. ആ സഹോദരിയുടെ കയ്യിൽ വെച്ചിട്ട് തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നീ ഒരു അമ്മയാകട്ടെ എന്ന് പറഞ്ഞു. ബ്രദർ പറയുന്നത് ആ സമയത്ത് പാസ്റ്റർ എന്ന് പറഞ്ഞത്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ഒരു അപ്പനായും നീ ഒരു അമ്മയും ഞാൻ പ്രഖ്യാപിക്കുന്നു. ആ രീതിയിൽ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പറഞ്ഞു. ആ സമയത്ത് ഇവരുടെ ശരീരത്തിൽ ചൂട് അനുഭവിക്കുന്ന പോലെ ഉണ്ടായി. അതിനുശേഷം ഇവർക്ക് 10ാമത്തെ മാസം ഒരു കുഞ്ഞുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കോംപ്ലിക്കേഷനിലൂടെ കടന്നുപോയി. ആ സഹോദരിക്ക് ബ്ലഡ് ഷുഗറിൻ്റെ പ്രശ്നം, ഫ്ലൂയിഡിൻ്റെ കുറവ്, അങ്ങനെ പ്ലാസൻ്റയുടെ പൊസിഷൻ മാറുന്നു, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ഇവിടെ കടന്നുപോയി. പക്ഷേ ഈ സമയത്ത് നമ്മുടെ പ്രെയർ ഡയറിയിലെ 25ാമത്തെ പ്രെയർ ഇവരെടുത്ത് വെച്ച് അതിനകത്ത് അവരുടെ പേര്, ആ സഹോദരിയുടെ പേര് വെച്ച് അവരുടെ പേഴ്സണലൈസ് ചെയ്ത് വ്യക്തിപരമായ ആ പ്രാർത്ഥനയിൽ എൻ്റെ എന്നുള്ളതെടുത്ത് ആ സഹോദരിയുടെ പേര് വെച്ച് അവർ പ്രാർത്ഥിച്ചു. ഈ ഒരു പേജിലേക്ക് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് കാണാം
അവിടെ പേരുകൾ ഇവിടെ മഷി കൊണ്ട് ആ ഭാഗങ്ങളിൽ അത് പേഴ്സണലൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് വേണ്ടി എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഫോർ എ ഗുഡ് ഡെലിവറി, നല്ല ഒരു കുഞ്ഞിൻ്റെ പിറവി ഉണ്ടാകാൻ വേണ്ടി. അത്ര പ്രസവത്തിന് മുൻപ് കുറച്ച് ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയെങ്കിലും കർത്താവ് സുഖകരമായ ഒരു പ്രസവം കൊടുത്തു. എങ്കിലും ഡോക്ടർമാർ പറഞ്ഞു ഫ്ലൂയിഡിന്റെ കുറവുള്ള മൂലം കുട്ടിക്ക് വളർച്ചയ്ക്കും ബുദ്ധിക്കുമൊക്കെ കുറവുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവർ അതിനുശേഷം ഇവർ ടെസ്റ്റ് ചെയ്ത് നോക്കി, കുട്ടിക്ക് ഒരു കുഴപ്പവുമില്ല, നന്നായി ചലിക്കുന്നുണ്ട്, പൂർണ്ണ ആരോഗ്യത്തോടെ കുഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ എത്ര മാസമായി? ഇല്ല, ഇപ്പം ഇന്ന് April 8 ഡെലിവറി ആയത്. ഓക്കെ, PBS ഹോസ്പിറ്റൽ ഡെലിവറി കഴിഞ്ഞു. ഡെലിവറി കഴിഞ്ഞു. ആ, കുഞ്ഞിനെ കൈ കിട്ടി. ഓ, അത് ശരി. ഹല്ലേലൂയ. കുഞ്ഞ് പുറത്തു വന്നു. ഗ്രേറ്റ്. അവരുടെ അടുത്ത ദിവസം വരുമെന്നാണ് പറയുന്നത്. എല്ലാവരും കൂടി സകുടുംബം വരും, അപ്പനായിട്ടും അമ്മയായിട്ടും കുഞ്ഞിനെയും കൊണ്ടുവരും, മുത്തച്ഛനും മുത്തശ്ശി എല്ലായിട്ടും. ഇനിയുണ്ടോ? കൂടാതെ ഇദ്ദേഹത്തിന് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ഇദ്ദേഹം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒത്തിരി ഇന്റർവ്യൂ നടന്നു. അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ PSCയുടെയും UPSCയുടെ ഒക്കെ ആപ്ലിക്കേഷൻ ഫോം 4 ബോക്സ് ഫയലിൽ അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. 4 ബോക്സ് ഫയൽ ആപ്ലിക്കേഷൻ ഫോം 9 വർഷം ഇതെല്ലാം ഇങ്ങനെ പ്രോസസ് ചെയ്ത് 4 ബോക്സ് ഫയലുകൾ മുഴുവൻ ആപ്ലിക്കേഷൻ PSCയുടെ UPSCയുടെ SSCയുടെ എല്ലാം അടുക്കി ഇങ്ങനെ വെച്ചേക്കുവാണ്. അദ്ദേഹം പറയുന്നത് അന്ന് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ സമയത്ത് തന്നെ ബ്രദർ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം 4 മാസത്തിന് ശേഷം ഇദ്ദേഹം അതിനുവേണ്ടി പാസ്സായി പാസ്സായി പോയി. അദ്ദേഹം പറയും ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പും ബ്രദറിനോട് വന്ന് അതായത് 30,000 പേർക്കുള്ള ടെസ്റ്റിലാണ് 100 പേർക്ക് 30,000 പേരാണ് ടെസ്റ്റ് എഴുതിയത്. അതിനകത്ത് 100 പേർക്കാണ് വേക്കൻസി ഉള്ളത്. അതിനകത്ത് ഒന്നായിട്ട് ഇദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടി. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? എന്തിലാണ്? ISROയിൽ അസിസ്റ്റന്റ് ആയിട്ട്. ഞാൻ 9 years ആയിട്ട് ടെസ്റ്റ് എഴുതുന്നുണ്ടായിരുന്നു. എല്ലാം ഫെയിൽ ആവുമായിരുന്നു. ഒരിക്കലും പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ടായിരുന്നില്ല ടെസ്റ്റ്. 2 ടെസ്റ്റ് എഴുതിയായിരുന്നു. ഒന്ന് BMLും ISROയിലും. ഈ 2 ടെസ്റ്റും പാസ്സായി. ഈ 2 ടെസ്റ്റും എനിക്ക് തോന്നുന്നു പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ്, പാസ്റ്ററും പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ടെസ്റ്റ് 2ലും പാസ്സായി. അതിൽ ISROയിലാണ് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. ISROയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. 9 വർഷം ഫയലുകൾ നിറച്ച ആപ്ലിക്കേഷൻ വെച്ച്. പക്ഷേ പ്രാർത്ഥനയോടുകൂടി പോയപ്പോൾ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. എല്ലാ യുവതീ-യുവാക്കന്മാർക്കും ഒക്കെയുള്ളൊരു മെസ്സേജാണ്. ഞാൻ ഈ വലിയ മെസ്സേജ് പറയേണ്ട ആവശ്യമില്ല. ഈ ഓരോ ടെസ്റ്റിമണിയും ഒരു മെസ്സേജാണ്. ഇദ്ദേഹം 2005 മുതൽ ഇവിടെ വരുന്നത്. 2005 മുതൽ ഇദ്ദേഹം പറയുന്നത് ഒരാഴ്ച പോലും ഞായറാഴ്ച ഇവർ മുടക്കിയിട്ടില്ല. 2005 മുതൽ തുടർച്ചയായിട്ട് ഇവിടെ വരികയാണ്. ഞാൻ ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് മാസ്റ്റർ മിനിസ്ട്രീസിന്റെ സെന്റർ ഉണ്ട്, പക്ഷെ ഞാൻ അവിടെ പോകാറില്ല. ഞാൻ നേരെ ഇവിടെ വരും. തറവാടിനോടുള്ള ഒരു കടപ്പാടുള്ളത് കൊണ്ട് അവിടെ നിന്ന് ഇവിടെ അദ്ദേഹം വരും. ഇവർക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ല. പക്ഷേ ഇദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിൽ അദ്ദേഹം വളരുവാൻ തുടങ്ങി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഇനിയും കാണാം, സകുടുംബം കാണാം. ഗോഡ് ബ്ലെസ് യു. ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജീസസ് ദ ഫ്രീഡം ഗിവർ, സ്വാതന്ത്ര്യം നൽകുന്ന യേശു. ഇതുവരെ ചില എപ്പിസോഡുകളിലായി നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. യേശു ഭൂമിയിലേക്ക് വന്നത് നമുക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ വേണ്ടിയാണ്. അതിൻ്റെ പശ്ചാത്തലം അനേക നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് പോകുന്നതാണ്. അതിൽ ശബത്ത് ദിവസവും ശബത്ത് വർഷവും അതിനുശേഷം കർത്താവിൻ്റെ പ്രസാദവർഷം എന്ന ഒന്ന് പഴയ നിയമത്തിൽ നിലവിലുണ്ടായിരുന്നു. ഒരു ജൂബിലി വർഷം, സ്വാതന്ത്ര്യത്തിൻ്റെ വർഷം, പ്രസാദവർഷം. അതിൻ്റെ നിറവേറൽ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നത് യേശുവിലൂടെയാണ്. യേശു ചെയ്തതോ പിതാവിൻ്റെ അഭിഷേകത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന് തൻ്റെ പരസ്യമായ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പള്ളിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് താൻ പ്രഖ്യാപിക്കുകയാണ്, പിതാവിൻ്റെ അഭിഷേകം എൻ്റെ മേൽ ഉള്ളത് അനേകർക്ക് വിടുതൽ 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 നൽകുവാനും അവസാനം പറഞ്ഞു കർത്താവിൻ്റെ പ്രസാദവർഷം പ്രഖ്യാപിക്കുവാനുമാണ്. ആ കൂട്ടത്തിൽ പറഞ്ഞ മറ്റ് ചില കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകാൻ പോകുന്നത്. ഇന്നലെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞു, കർത്താവിൻ്റെ പ്രസാദവർഷം എന്ന് പറയുന്നത് ഇപ്പോൾ 365 ദിവസങ്ങളുള്ളൊരു വർഷമല്ല, മറിച്ച്
യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പ്രഖ്യാപിച്ച് അന്ന് തുടങ്ങി ഇങ്ങോട്ടുള്ള ഈ കാലഘട്ടം മുഴുവൻ ദൈവത്തിൻ്റെ പ്രസാദ വർഷമാണ്. 365 ദിവസങ്ങളടങ്ങി ഒരു വർഷമല്ല, പകരം ഇന്ന് 2000-ഓളം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ കാലഘട്ടം മുഴുവൻ ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യം ഭൂമിയിൽ എല്ലായിടത്തും അനേകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെയെങ്കിൽ യേശു അവിടെ പ്രഖ്യാപിക്കുന്ന ലൂക്കോസ് 4:18-19 വാക്യങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ഈ വിഷയങ്ങൾ ഞാൻ പല പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ചില കാര്യങ്ങൾ പറയുന്നത് ഇനിയും പലർക്കും ഒരു വലിയ വിടുതൽ ആവശ്യമുണ്ട്. വിടുതൽ ലഭിച്ചു എന്ന് അവകാശപ്പെടുന്നവരിൽ തന്നെ വീണ്ടും ചിലത് ഒരുപക്ഷെ വേണ്ടിവരും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ ഇത് കേൾക്കണം. തുടർന്ന് ആ വചനത്തിൽ ആ ഭാഗങ്ങൾ ലൂക്കോസ് 4:18-19 അടുത്തതായി പറഞ്ഞപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫ്രീഡം ഫോർ ദ പ്രിസണേഴ്സ് ഓർ ക്യാപ്റ്റീവ്സ്. തടവുകാർക്ക്, ജയിൽ പുള്ളികൾക്ക് സ്വാതന്ത്ര്യം. ഇത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. കാരണം തടവുപുള്ളികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് പരസ്യമായി യേശു പ്രഖ്യാപിച്ചെങ്കിലും യോഹന്നാൻ സ്നാപകൻ തടവിലായിരുന്ന സമയത്ത് തനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചില്ല. ആൻഡ് ഹി വാസ് വെരി മച്ച് കൺഫ്യൂസ്ഡ്. അപ്പോൾ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് ചോദിച്ചു, നീ തന്നെയാണോ വരാനുള്ള ആൾ, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ആരെങ്കിലും കാത്തിരിക്കണോ? ഈ സംശയം വരാൻ കാരണം ഇവർക്കെല്ലാം തടവുപുള്ളികൾക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഞാൻ തടവിൽ കിടക്കുന്നു എന്നുള്ളൊരു ചോദ്യം യോഹന്നാനെ സംശയത്തിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് യേശു പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധിക്കേണ്ടത്. കുരുടന്മാർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധമാകുന്നു, ഇങ്ങനെ പല വിടുതലുകളും നടക്കുന്നു എന്നുള്ളത് യോഹന്നാനോട് ചെന്ന് പറയുക. മാത്രമല്ല ഒരു കാര്യം കൂടി പറയണം, എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. യേശുവിൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യമുള്ളവർ. കാരണം ഒത്തിരി പേർക്ക് അത് ചെയ്തു ഇത് ചെയ്തു എന്നിട്ടൊന്നും റിസൾട്ടൊന്നും കാണുന്നില്ല. അതുകൊണ്ട് യേശു തന്നെയാണോ യഥാർത്ഥ രക്ഷകൻ, യേശുവിനോട് തന്നെയാണോ പ്രാർത്ഥിക്കേണ്ടത് എന്നൊരു പക്ഷേ സംശയം വരാം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നിൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ. ഇങ്ങനെയുള്ള ഒരുപക്ഷെ സിറ്റുവേഷൻസ് വരുമ്പോഴും യേശുവിനെ തള്ളിക്കളയാത്ത, യേശുവിലെ വിശ്വാസം നഷ്ടപ്പെടുത്താത്തവരാണ് ഭാഗ്യവാന്മാർ. പക്ഷെ അവിടെ യേശു പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, ഊമർ സംസാരിക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധമാകുന്നു. അങ്ങനെയുള്ള പലതും യേശുവിൻ്റെ ശുശ്രൂഷയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ചെന്ന് യോഹന്നാനോട് പറയുക. അതിൻ്റെ അർത്ഥം, ഈ പ്രഖ്യാപിച്ചതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ജയിലഴിക്കകത്ത് കിടക്കുന്ന ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്നതിൻ്റെ അപ്പുറത്ത് ജീവിതത്തിൽ പല പല മറ്റുള്ള ജയിലുകളിൽ, മറ്റുള്ള കാരാഗൃഹത്തിൽ കിടക്കുന്ന പലതിൻ്റെയും വിടുതലാണ് യേശു അവിടെ കണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില വ്യക്തികൾ പൈശാചിക ശക്തികളുടെ തടവറയിലാണ്, അടിമത്തത്തിലാണ്. ഉദാഹരണത്തിന് യേശു തന്നെ ഗദര എന്ന് പറയുന്നൊരു സ്ഥലത്ത് എന്നൊരു ഭൂതഗ്രസ്തനെ സ്വതന്ത്രമാക്കുന്നു. ആ വ്യക്തി സ്വന്തം മാതാപിതാക്കളും ഒരുപക്ഷെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് ഭവനത്തിൽ. എന്നാൽ മാനസിക നില തെറ്റി പൈശാചിക ശക്തികളാൽ ബാധിക്കപ്പെട്ട് ഒരു സിമത്തേരിയിൽ, ശ്മശാനത്തിൽ, ശവപ്പറമ്പിൽ, ശവക്കല്ലറകളിടയിൽ താൻ വസിച്ചുകൊണ്ട് തന്നെത്താൻ ശരീരത്തെ കല്ലുകൊണ്ട് ചതച്ച് സുബോധമില്ലാതെ മറ്റുള്ളവരെ കൂടെ വിറപ്പിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികൾ ബാധിക്കപ്പെട്ട ഒരു ഭൂതഗ്രസ്തൻ. എന്നാൽ യേശു ആ വ്യക്തിയെ സ്വതന്ത്രമാക്കി. യേശുവിൻ്റെ മേലുള്ള അഭിഷേകം കൊണ്ട് ഈ പ്രസാദ വർഷത്തിൻ്റെ സമയത്ത് യേശു ചെയ്യുന്ന വിടുതലുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ എടുത്താൽ എത്രയോ പേരെ യേശു ജീവിച്ചിരുന്ന കാലത്ത് തന്നെ, യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുമ്പോൾ 2 പ്രാവശ്യം പറയുന്നത് ഇങ്ങനെയാണ്: യേശു ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ
എഴുതാൻ പോയാൽ ആ പുസ്തകങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ഒതുങ്ങുകയില്ല. അത്രയും കാര്യങ്ങൾ 3.5 വർഷം സമയം കൊണ്ട് തൻ്റെ ശുശ്രൂഷയിൽ യേശു ചെയ്തെടുത്തു. താൻ നേരിട്ട് ചെയ്തത് കൂടാതെ 2 പേരായി ശിഷ്യന്മാരെ അയച്ച് അവരിലൂടെയും യേശു അത്ഭുതങ്ങൾ ചെയ്തു. സോ ഇങ്ങനെ യേശു തടവുകാർക്ക് സ്വാതന്ത്ര്യം, അഡിക്ഷൻസ് ഉള്ളവരെ കർത്താവ് വിടുവിക്കുന്നു, ബാഡ് ഹാബിറ്റ്സ് ഉള്ളവരെ, ദുശീലങ്ങളുള്ളവരെ യേശു രക്ഷിക്കുന്നു. നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും അതുപോലെ നമ്മൾ പല പല പട്ടണങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ കൂടെ കേട്ടിട്ടുള്ളൊരു സാക്ഷ്യം, പല പല സാക്ഷ്യങ്ങൾ, അതിൻ്റെ രീതി ഇങ്ങനെയാണ്. ചിലർ പറയാറുണ്ട്, മദ്യപാനത്തിന് ഞാൻ അടിമയായിരുന്നു, എന്ത് ചെയ്തിട്ടും ഇതിൽ നിന്നൊരു സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മീറ്റിങ്ങിൽ, ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലോ അല്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് കാണുക, ഇതെല്ലാം ചെയ്തു. അനേക പുരുഷന്മാരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഒരു എഫേർട്ട് പോലും കൂടാതെ സ്വതവേ അഴിഞ്ഞു പോകുന്നത് പോലെ, ഒരു ബന്ധനം അഴിഞ്ഞു പോകുന്നത് പോലെ, എന്തോ ഒഴിഞ്ഞു പോകുന്നത് പോലെ ആ ആസക്തി അവരെ വിട്ട് മാറിപ്പോയി. പലരും പറഞ്ഞിട്ടുള്ളത് 50 വർഷമൊക്കെ പിന്നിട്ട പുകവലി ശീലം, വെറ്റില മുറുക്കുന്ന ശീലം, അല്ലെങ്കിൽ പൊടി വലിക്കുന്ന ശീലം, ഡ്രഗ്സ് എടുക്കുന്ന ശീലം, മദ്യപിക്കുന്ന ശീലം, ഇങ്ങനെയുള്ള ദുശീലങ്ങൾ എഫേർട്ട്ലെസ്ലി, അതിനുവേണ്ടി ഭീകരമായ ഒരു യത്നം കഴിക്കാതെ തന്നെ അവരിൽ നിന്നും ആസക്തി ഒഴിഞ്ഞുപോയി, അവർ സ്വതന്ത്രമായി. ദിസ് ഈസ് ദ വർക്ക് ഓഫ് ജീസസ്. അങ്ങനെ എത്രയോ പേർ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഇത് പ്രസാദ വർഷമാണ്, ആർക്ക് വേണമെങ്കിലും സ്വതന്ത്രമാകാവുന്ന വർഷമാണ്. ആകെ ചെയ്യേണ്ടത് ഇതൊന്ന് സ്വീകരിക്കുക. യേശു സൗജന്യമായി നൽകുന്ന ഈ രക്ഷയെ, സ്വാതന്ത്ര്യത്തെ സ്വീകരിക്കുക, കൈ നീട്ടി സ്വീകരിക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി, വിടുതൽ നമ്മുടെ സ്വന്തമായി മാറുകയാണ്. യേശു ഇതോട് ചേർത്ത് പ്രഖ്യാപിച്ച വേറൊരു കാര്യമാണ് ഐസൈറ്റ് ഫോർ ദ ബ്ലൈൻഡ്, കുരുട്ട് കണ്ണുകൾക്ക് കാഴ്ച. ഇതും നമ്മുടെ ഈ മുഖത്ത് കർത്താവ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ കണ്ണുകൾ, അവിടെ കുരുടായവർക്ക് യേശു സൗഖ്യം കൊടുക്കുന്നു, ഇപ്പോഴും നടക്കാറുണ്ട്. അത് കൂടാതെ ആത്മീയമായ കുരുട്ട് കണ്ണുള്ളവർക്ക് യേശു സൗഖ്യം നൽകുന്നു. നമ്മൾ പാടാറുണ്ട്, ഐ വൺസ് വാസ് ബ്ലൈൻഡ് ബട്ട് നൗ ഐ സീ. ഒരിക്കൽ ഞാൻ അന്ധനായിരുന്നു, എന്നാൽ ഇപ്പോൾ എനിക്ക് കാണാം. എൻ്റെ സാക്ഷ്യം അത് തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആത്മാവിൽ ഞാൻ കുരുടനായിരുന്നു. ഈ കണ്ണ് കാണാം, പക്ഷെ ആത്മാവിൽ ഞാൻ കുരുടനായിരുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ടത്, യേശു എനിക്ക് ആ പ്രകാശം തന്നപ്പോൾ, യേശു എനിക്ക് ആ കാഴ്ച തന്നപ്പോൾ എനിക്ക് എല്ലാം കാണാൻ കഴിയുന്നു. യേശു ജീവിച്ചിരുന്ന കാലത്ത് അന്ധന്മാരെ പലരെ സൗഖ്യമാക്കി. ബർത്തിമായി സൗഖ്യമാക്കിയ കാര്യം നമുക്കറിയാം. പല കുരുടരെയും കർത്താവ് സൗഖ്യമാക്കി. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് നിക്കോദേമുസിനെ പോലെയുള്ള വ്യക്തികൾ. താൻ ഒരു മതപണ്ഡിതനായിരുന്നിട്ടും സൻഹെദ്രിൻ സംഘത്തിലെ ഒരു അംഗമായിരുന്നിട്ടും വീണ്ടും ജനനം എന്താണെന്നോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്താണെന്നോ ഒന്നും തനിക്കറിയില്ലായിരുന്നു. രാത്രിയിൽ രഹസ്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഗുരു, നീ ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതല്ലെങ്കിൽ നിന്നിലൂടെ ഇങ്ങനെ അത്ഭുതങ്ങൾ നടക്കിയില്ല. എന്നാൽ എന്താണിതൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് താൻ വന്നപ്പോൾ തൻ്റെ കുരുട്ട് കണ്ണുകളെ, തൻ്റെ തിമിരത്തിൻ്റെ പാട യേശു എടുത്തു കളഞ്ഞ് തൻ്റെ കാഴ്ച തെളിവുള്ളതാക്കി മാറ്റി. സഖായി ഇത് കാട്ടത്തി മരത്തിൽ കയറിയിരിക്കുക. തൻ്റെ ആത്മാവിൻ്റെ കണ്ണുകൾ കുരുട്ടുള്ളതാണ്, പുറത്തെ കണ്ണ് കാണാം. എന്നാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കും. തനിക്കും ആത്മീയ വെളിച്ചം ഉണ്ടായി. ശമരിക്കാരി സ്ത്രീ, എന്തൊക്കെയോ പരമ്പരാഗതമായ കാര്യങ്ങൾ അവൾക്കറിയാം, ദൈവത്തെ ആരാധിക്കണമെന്നൊക്കെ അറിയാം, പക്ഷേ എവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ ആത്മീയ അന്ധകാരത്തെ മാറ്റി മശിഹയെ കാണാൻ അവൾക്ക് അവൻ കൃപ കൊടുത്തു. ഇതുപോലെ എത്രയോ പേർക്ക് യേശു ആത്മാവിൽ കാഴ്ച നൽകുന്നു. 2 കൊരിന്ത്യർ 4:4 നമ്മൾ വായിക്കുന്നത്, ഈ ലോകത്തിൻ്റെ ദൈവമായ സാത്താൻ
ആ വിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ സ്വരൂപമായ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രകാശിക്കാതിരിക്കേണ്ടതിന്. സാത്താൻ പലരുടെയും കണ്ണുകളെ കുരുടാക്കി വച്ചിരിക്കുകയാണ്. എന്നാൽ യേശു വന്ന് യോഹന്നാൻ 8:12 പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ ഇരുളിൽ ആയി പോകാതെ ജീവൻ്റെ വെളിച്ചം ഉള്ള വ്യക്തി ആയി മാറും. അങ്ങനെ യേശു അനേകർക്ക് കാഴ്ച കൊടുക്കുന്നു, അനേകരെ ജീവൻ്റെ വെളിച്ചത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദേശം ഞാൻ അടുത്ത ആഴ്ചയിൽ വീണ്ടും തുടരും. നാളെ മുതൽ മറ്റ് ചില പ്രത്യേക സന്ദേശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു എപ്പിസോഡ് പോലും ഈ ആഴ്ചയിൽ കാണാതിരിക്കരുത്. കർത്താവ് ഈ ദിവസങ്ങളിലെ എപ്പിസോഡുകളിലൂടെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആകെ ചെയ്യേണ്ടത് ഉള്ളിൽ വിശ്വസിക്കുക, ഇതെൻ്റെ ദിവസമാണ്, ഇന്ന് ഞാൻ വിടുതൽ പ്രാപിക്കും. കർത്താവേ, അതുപോലെ വിശ്വസിച്ച പലരും ഉണ്ടല്ലോ കർത്താവേ. ബത്സേദ കുളത്തിൻ്റെ തീരത്ത് 38 വർഷം കിടന്ന വ്യക്തി 38 വർഷത്തിന് ശേഷം കർത്താവെ സൗഖ്യമായെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും ലേറ്റായിട്ടില്ല. യേശുവിൻ നാമത്തിൽ വിടുതൽ പ്രാപിക്കേണ്ടവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. വീണ എന്ന പേരുള്ളൊരു യുവതിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ കാണുന്നത് കഴുത്തിൻ്റെ ഈ ഭാഗത്തു നിന്ന് താഴേക്കുള്ള വേദന, സ്പോണ്ടിലൈറ്റിസ് പോലുള്ള വേദന, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കിന്നിലുള്ള ഡിസ്കളറേഷൻ, യേശുവിൻ്റെ നാമത്തിൽ ആ നിറവ്യത്യാസം യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള അലർജികൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രത്യേകിച്ച് സോപ്പ് എടുക്കുമ്പോഴുള്ള അലർജി, കൈകാലുകൾ പല സ്ഥലങ്ങളിലുള്ള അലർജി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഒരു കാത് കൊട്ടി അടച്ചതുപോലെ അടഞ്ഞുപോയി, പിന്നെ അത് കേൾക്കാൻ കഴിയാതിരിക്കുന്നൊരു വ്യക്തി മറ്റേ കാതിലൂടെ കേൾക്കാം. എന്നാൽ ആ കേൾക്കാത്ത കാതിൽ ഈ സമയത്ത് കൈവിരലിട്ട് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക, യേശുവിൻ നാമത്തിൽ ആ കാത് തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായി ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അവർക്ക് പൈതങ്ങൾ ജനിക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഓസ്റ്റിയോപൊറോസിസ്, അസ്ഥികളിലുള്ള അസ്ഥികൾ ദുർബലമായി ഒടിഞ്ഞു പോകുന്ന ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണമായി. കിഡ്നികൾ സൗഖ്യമാകട്ടെ, പാൻക്രിയാസ് സൗഖ്യമാകട്ടെ, ഗോൾ ബ്ലാഡർ സൗഖ്യമാകട്ടെ. ആ സ്റ്റോണുകൾ മാറിപ്പോകട്ടെ, കിഡ്നിയിലുള്ള സ്റ്റോണുകൾ മാറിപ്പോകട്ടെ. കിഡ്നി പ്രവർത്തിക്കാതിരിക്കുന്നത്, പക്ഷേ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാകാം. യേശുവിൽ വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ, ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകട്ടെ. ദൈവിക രോഗ സൗഖ്യം ഇപ്പോൾ വ്യക്തികളിൽ, ഓരോ വ്യക്തികളിലും ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് യേശുവിൻ നാമത്തിൽ സൗഖ്യം ആകട്ടെ. കടബാധ്യതയിൽ ജനം പുറത്തു വരട്ടെ. അതുപോലെ മദ്യപാനം പോലുള്ള അഡിക്ഷൻസ്, സിഗരറ്റ് വലി നിർത്താൻ കഴിയുന്നില്ല, പുകവലി നിർത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള ദുശീലങ്ങൾ യേശുവിൻ നാമത്തിൽ, വെറ്റില മുറുക്കുന്നതും അതുപോലെ
പൊടി വലിക്കുന്നതും ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും നാവിനടിയിൽ പലതും വയ്ക്കുന്ന അങ്ങനെയുള്ള എന്ത് ദുശീലവുമാകട്ടെ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. ആസക്തി പോലും മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഉറങ്ങാൻ കഴിയാത്ത ചില വ്യക്തികൾ ഇന്ന് മുതൽ കർത്താവ് നിങ്ങൾക്ക് സുഖകരമായൊരു നിദ്ര നൽകാൻ പോവുകയാണ്. കർത്താവെ, നീ അങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളാലും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ. ഇന്നത്തെ ബൈബിൾ ആൻഡ് യുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ പ്രവാചകനോ ഏലിയാവുമല്ല, ഇങ്ങനെ പ്രസ്താവിച്ച വ്യക്തി ആര്? ഹൂ സെഡ്, ഐ ആം നോട്ട് ദ ക്രൈസ്റ്റ്, ഐ ആം നോട്ട് ദ എലൈജ, നോർ ഐ ആം ദ പ്രൊഫറ്റ്? ഓപ്ഷൻ എ, ശിഷ്യനായ യോഹന്നാൻ, ബി, ശിമോൻ പത്രോസ്, സി, അപ്പോസ്തലനായ പൗലോസ്, ഡി, യോഹന്നാൻ സ്നാപകൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവർക്ക് ഓയം ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 42221. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.